ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന മെസ്സേജിൽ ന്യൂ അപ്ഡേറ്റ് 3.7 എന്ന് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഈ താഴെ തന്നിരിക്കുന്ന അതേ വെർഷൻ തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുവാണ്. ഇതിലിപ്പോൾ വെർഷൻ 3.6 ആണ്, പക്ഷെ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് 3.7 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് അതിന് ടൈം ആയിട്ടുണ്ട്. അതിനാദ്യമേ നമ്മൾ ചെയ്യേണ്ടത് സെർച്ച് ബാറിൽ വന്നിട്ട് കൺട്രോൾ പാനൽ എന്ന് സെർച്ച് ചെയ്യുക. കൺട്രോൾ പാനൽ സെർച്ച് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കുക. ഇതിൽ പ്രോഗ്രാംസിൽ അൺഇൻസ്റ്റാൾ ആയ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം സാപ്പിൻ സ്റ്റാറ്റ് പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ പഴയ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആവും. എഗെയിൻ ഒന്നുകൂടെ യെസ് കൊടുക്കുക. സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്രോമിൻ്റെ ടാബ് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ക്രോമിൻ്റെ ടാബ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നിട്ട് എബൌട്ട് ക്രോം ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏതാണോ വെർഷൻ ആ വെർഷൻ അപ്ഡേറ്റ് ചെയ്യുക. ഇതിപ്പം 136.0.71 ആണ്. നമ്മൾ ക്രോം അപ്ഡേറ്റ് ആണെങ്കിൽ ക്രോം ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിക്കും. ഇല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു അപ്ഡേറ്റ് ബട്ടൺ വരും. അതിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നമ്മളിപ്പോൾ പഴയ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്തു, ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്തു. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ, ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് എനിവേ കൊടുക്കുക. ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും നമുക്കിത് ലോഡ് ആവാൻ വേണ്ടിയിട്ട്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഏത് ഫോൾഡറിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. മോർ ഇൻഫോ ക്ലിക്ക് ചെയ്യുക. റൺ എനിവേ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. എഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ ടാബ് മിനിമൈസ് ചെയ്യുക. ചാറ്റ് പ്രോ എന്ന് പറഞ്ഞ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ത്രീ 3.7 ഇത് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെക്ക് ഫോർ ഇൻറ്റേർണൽ അപ്ഡേറ്റ് കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ റീഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. താങ്ക് യു.